പ്രപഞ്ചത്തിന്റെ എല്ലാത്തിന്റെയും സൃഷ്ടിപ്പിന്റെ രക്ഷിതാവിനെ ഓർത്തിട്ടാണ് പഠിക്കേണ്ടത്. അങ്ങനെയാണ് വായിക്കേണ്ടത്. ധാരാളം സ്ഥലങ്ങളിൽ വന്നതാണ് അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവാണ് ഏകനായ രക്ഷിതാവ്. ഇത് പഠിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കാൻ ഇറങ്ങിയ ഒരാളെ കുറിച്ച് പറഞ്ഞെന്തെന്നറിയോ? മൻ സലക ത്വരീഖൻ യൽതമിസു ബിഹി ഇൽമൻ സക്കലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. സ്വർഗ്ഗത്തേക്കുള്ള വഴിയാണ് എളുപ്പം. ഒരാൾ അറിവിന്റെ മാർഗം തേടി പുറപ്പെട്ടാൽ എങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് എത്തിയാൽ അള്ളാഹ് സ്വർഗ്ഗത്തേക്കുള്ള വഴി അങ്ങോട്ട് എളുപ്പമാക്കി കൊടുക്കും. ആ പറയപ്പെട്ടത്. നേരെ മറിച്ച് ഖുർആൻ പഠിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ഹദീസുകള്, ഖുർആൻ പഠിക്കുന്നതിനെ കുറിച്ച് മനപ്പാടാക്കുന്നതിനെ ഒക്കെ ഉണ്ട്. പക്ഷെ അറിവ് സമ്പാദിക്കാൻ, അറിവ് കരസ്ഥമാക്കാൻ, ഏത് വിജ്ഞാനം ആയിക്കോട്ടെ അത് കരസ്ഥമാക്കാൻ വേണ്ടി ഒരാൾ പുറപ്പെട്ടാൽ